ഹായ് ഓൾ, വെൽക്കം ടു ഏജ് എക്സാംസ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്നോവേഷൻസ് ആൻഡ് ബിസിനസ് ഡൈനാമിക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂളിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് പാർട്ട് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറക്കാതെ കാണുക. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്സാണ്, ദാറ്റ് ഈസ് ഐഡിയ മാനേജ്മെൻറ്റ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഐഡിയ മാനേജ്മെൻറ്റ്, അതിൻ്റെ പ്രോസസ്സ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഇത്ര ഏരിയ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ എന്താണ് ഐഡിയ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. Idea management is a systematic process of collecting, evaluating, developing and implementing ideas to improve products, services or business processes. That is, idea management എന്ന് പറഞ്ഞാൽ ഐഡിയ കളക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിനെ ഒരു പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് ആ ഐഡിയാസ് ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഐഡിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, ഒരു ബിസിനസ് പ്രോസസ്സ് ആവാം, എന്ത് വേണേലും ആവാം. സോ ഒരു പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്ത് അത് ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് ഐഡിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഐഡിയ മാനേജ്മെൻറ്റിൻ്റെ വേരിയസ് പ്രോസസ്സാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഐഡിയ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് 7 സ്റ്റെപ്സ് ആയിട്ടാണ് പറയുന്നത്. ഐഡിയ ജനറേഷൻ, ഐഡിയ ക്യാപ്ചർ, ഐഡിയ ഇവാലുവേഷൻ ആൻഡ് പ്രയോറിറ്റൈസേഷൻ, ഐഡിയ റിഫൈൻമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഐഡിയ സെലക്ഷൻ ആൻഡ് അപ്രൂവൽ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ, റിവ്യൂ, ഫീഡ്ബാക്ക് ആൻഡ് ലേണിംഗ്. ഇങ്ങനെ 7 സ്റ്റെപ്സ് അല്ലെങ്കിൽ 7 സ്റ്റേജസ് ഉള്ള പ്രോസസ്സായിട്ടാണ് ഐഡിയ മാനേജ്മെൻറ്റ് ഉള്ളത്. സോ നമുക്ക് ഓരോ സ്റ്റെപ്സും നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഐഡിയ ജനറേഷൻ. സോ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ടു സോൾവ് പ്രോബ്ലംസ് ഓർ ഇംപ്രൂവ് പ്രൊഡക്ട്സ്, സർവീസസ് ഓർ പ്രോസസ്സസ്. ബിസിനസ്സിലുള്ള എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാനോ സർവീസ് പ്രോസസ്സ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനോ ഉള്ള ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടായി വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ അറൈസ് ഫ്രം ബ്രെയിൻ സ്റ്റോമിങ്, എംപ്ലോയി സജഷൻ, കസ്റ്റമർ ഫീഡ്ബാക്ക് ഓർ മാർക്കറ്റ് അനാലിസിസ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഏരിയാസിൽ നിന്നൂടെ ആയിരിക്കാം നമുക്കിങ്ങനെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഐഡിയ ക്യാപ്ചർ ആണ്. In this stage, ideas are collected and recorded systematically so that they are not lost. നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള സ്റ്റേജാണ് ഐഡിയ ക്യാപ്ചർ എന്ന് പറയുന്നത്. സോ ദേ ആർ നോട്ട് ലോസ്റ്റ്, അതായത് അത് നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായി സ്റ്റോർ ചെയ്ത് സെക്യൂർ ആയിട്ട് വെക്കുന്ന ഒരു സ്റ്റേജാണ് ഐഡിയ ക്യാപ്ചർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഐഡിയ ഇവാലുവേഷൻ ആൻഡ് പ്രയോറിറ്റൈസേഷൻ. ദാറ്റ് ഈസ് captured ideas are analyzed and ranked based on feasibility, cost, market potential, risk and alignment with organizational goals. That is, നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച ഐഡിയാസ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനെ റാങ്ക് ചെയ്യുക. നമ്മുടെ ബിസിനസ്സിന് നമ്മുടെ കോസ്റ്റും നമ്മുടെ മാർക്കറ്റ് പൊട്ടൻഷ്യലും ആ ബിസിനസ്സിൻ്റെ റിസ്ക്കും ബിസിനസ്സിൻ്റെ ഗോളും ഇതുമായിട്ടെല്ലാം ചേർന്ന് പോകുന്ന ഐഡിയാസ് ഏതൊക്കെയാണെന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഐഡിയ റിഫൈൻമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് ഷോർട്ട് ലിസ്റ്റഡ് ഐഡിയാസ് ആർ ഇംപ്രൂവ്ഡ് ആൻഡ് ഡീറ്റെയിൽഡ്. ദാറ്റ് ഈസ് നമുക്ക് ബിസിനസ്സിന് പറ്റുന്ന ചില ഐഡിയാസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി ഐഡിയ ഇവാലുവേഷൻ സ്റ്റേജിൽ. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഐഡിയാസിനെയൊക്കെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ക്ലിയർ കോൺസെപ്റ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ ബിസിനസ് മോഡൽസ്, അതിൻ്റെ പ്രോട്ടോടൈപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റേജാണ് ഐഡിയ റിഫൈൻമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഐഡിയ സെലക്ഷൻ ആൻഡ് അപ്രൂവൽ. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ലെവലിൽ ഈ ഐഡിയ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ഐഡിയാസ് അവർ ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ദേ സെലക്ട് ദ മോസ്റ്റ് വയബിൾ വൺസ്. ആ ബിസിനസ്സിന് പറ്റിയ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഐഡിയ സെലക്ഷൻ ആൻഡ് അപ്രൂവൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ. ദാറ്റ് ഈസ് ഈ അപ്രൂവ് ചെയ്ത ഐഡിയാസ് ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അപ്രൂവ് ചെയ്ത്, ഇൻ കേസ് ഒരു പ്രൊഡക്റ്റിൻ്റെ കേസാണെങ്കിൽ അപ്രൂവ് ചെയ്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ്, പ്ലാൻസ് ആർ എക്സിക്യൂട്ടഡ് ആൻഡ് ദ ഐഡിയ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ പ്രൊഡക്റ്റ്, സർവീസ് ഓർ പ്രോസസ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജാണ് റിവ്യൂ, ഫീഡ്ബാക്ക് ആൻഡ് ലേണിംഗ്. ദാറ്റ് ഈസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ പുതിയ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഫീഡ്ബാക്ക് ഈസ് കളക്റ്റഡ്, പെർഫോമൻസ് ഈസ് മെഷേർഡ് ആൻഡ് ലെസൺസ് ലേൺഡ് ആർ യൂസ്ഡ് ടു ഇംപ്രൂവ് ഫ്യൂച്ചർ ഐഡിയ മാനേജ്മെൻറ്റ്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ലെസൺസ് എന്തൊക്കെയാണെന്നുള്ളത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഐഡിയ മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള 7 സ്റ്റേജസ് ആയിട്ടാണ് ഐഡിയ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഉള്ളത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ തിങ്കിങ്.
ക്രിട്ടിക്കൽ തിങ്കിങ്ങും ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് നോക്കാം. ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ദ എബിലിറ്റി ടു അനലൈസ് ഇൻഫർമേഷൻ ലോജിക്കലി, ഇവാലുവേറ്റ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ആൻഡ് മേക്ക് റീസൺഡ് ഡിസിഷൻ ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിംഗ് ഐഡിയാസ് ബ്ലൈൻഡ്ലി. അതായത് കിട്ടിയിരിക്കുന്ന ഒരു ഐഡിയ ഒന്നും നോക്കാതെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അതിനെ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ആംഗിൾസും പഠിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് വേരിയസ് ടൈപ്സ് ഉണ്ട്. ഡൈവേർജൻറ്റ് തിങ്കിങ്, കൺവേർജൻറ്റ് തിങ്കിങ്, ലാറ്ററൽ തിങ്കിങ്, അനലോജിക്കൽ തിങ്കിങ്, എസ്തെറ്റിക് ഓർ ആർട്ടിസ്റ്റിക് തിങ്കിങ്, ഇൻ്റഗ്രേറ്റീവ് ഓർ സിസ്റ്റമാറ്റിക് തിങ്കിങ്, ഇങ്ങനെ വേരിയസ് ടൈപ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഡൈവേർജൻറ്റ് തിങ്കിങ്. Divergent thinking focuses on generating many possible ideas or solutions for a single problem. ഒരു സിംഗിൾ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ സൊല്യൂഷൻസും എല്ലാ ഐഡിയാസും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഐഡിയയുടെ ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി ഓഫ് ഐഡിയാസാണ് ഈ ഒരു ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ നോക്കുക. എത്രത്തോളം ഐഡിയാസ് കിട്ടുന്നു മാക്സിമം അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. ബ്രെയിൻ സ്റ്റോമിങ് മൾട്ടിപ്പിൾ ഐഡിയാസ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ. ബ്രെയിൻ സ്റ്റോമിങ് സ്റ്റേജിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ മൾട്ടിപ്പിൾ ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ആണ് കൺവേർജൻറ്റ് തിങ്കിങ്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് നാരോയിങ് ഡൗൺ ഓപ്ഷൻസ് ടു സെലക്ട് ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻസ്. ദാറ്റ് ഈസ് എല്ലാ ഐഡിയാസിൽ നിന്നും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ളതിനെ നാരോ ഡൗൺ ചെയ്യുന്നതാണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ലോജിക്കലി അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇവാലുവേഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു നാരോ ഡൗൺ ചെയ്യുന്നത്. ദെൻ ലാറ്ററൽ തിങ്കിങ്. ലാറ്ററൽ തിങ്കിങ് ഈസ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് ബൈ അപ്രോച്ചിങ് പ്രോബ്ലംസ് ഫ്രം അൺകൺവെൻഷനൽ ആംഗിൾസ്. ദാറ്റ് ഈസ് നോർമലി ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു അൺകൺവെൻഷനൽ ആംഗിൾസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് ലാറ്ററൽ തിങ്കിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്കൊരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഉണ്ട്, അത് കാര്യമായിട്ട് ആരും യൂസ് ചെയ്യുന്നില്ല, എന്നാൽ അതുകൊണ്ട് പുതിയൊരു യൂസേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ തിങ്ക് ചെയ്യുന്നതിനാണ്. ദാറ്റ് ഈസ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതിന് പകരം ആ പ്രൊഡക്റ്റിന് മറ്റെന്തെങ്കിലും രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ലാറ്ററൽ തിങ്കിങ് എന്ന് പറയുക. Next one is analogical thinking. Analogical thinking uses comparisons or similarities between different situations to solve problems. Different situationsനെ കമ്പയർ ചെയ്തിട്ട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിനാണ് അനലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. Then aesthetic or artistic thinking. That is, this type of thinking emphasizes beauty, design, emotions and user experience. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ബ്യൂട്ടി, ഡിസൈൻ, ഇമോഷൻസ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിനാണ് എസ്തെറ്റിക് ഓർ ആർട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റിന് ഒരു അട്രാക്റ്റീവായിട്ട് ലോഗോ കൊടുക്കുക അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻ കൊടുക്കുക. സോ ഇങ്ങനെയുള്ളതിനൊക്കെയാണ് ആസ്തെറ്റിക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. Then last one is integrative or systematic thinking. That is, it considers all part of a system together and understands how they interact. ഒരു ഐഡിയ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഐഡിയ ആ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ മേഖലകളിലും എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയതിന് ശേഷം ഐഡിയാസ് സെലക്ട് ചെയ്യുന്നതിനാണ് ഇൻ്റഗ്രേറ്റീവ് ഓർ സിസ്റ്റമാറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവാലുവേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് എ ന്യൂ പോളിസി ഓൺ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് ആൻഡ് പ്രോഫിറ്റ് ടുഗെദർ. ബിസിനസ്സിലൊരു പുതിയ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കസ്റ്റമേഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, എംപ്ലോയീസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇങ്ങനെ എല്ലാ മേഖലകളിലും ചിന്തിച്ചുകൊണ്ടെടുക്കുന്ന തീരുമാനത്തിനാണ് ഇൻ്റഗ്രേറ്റീവ് ഓർ സിസ്റ്റമാറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. ദീസ് ആർ വേരിയസ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐഡിയ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്, വേരിയസ് ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്തൊക്കെയാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്